ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബേഷ്. കഴിഞ്ഞ 2 മാസമായിട്ട് ഇന്ത്യയിലെ ദേശീയ മീഡിയകളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതായത് ജമ്മു എന്ന് പറയുന്ന ആ ഒരു റീജിയൻ ഇപ്പോൾ കൂടുതലായിട്ടും അതായത് ടെററിസ്റ്റ് അറ്റാക്കുകളെല്ലാം തന്നെ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നു. ഇതുകൊണ്ട് തന്നെ പല ഇന്ത്യൻ സോൾജേഴ്സിന്റെയും ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നു. ഇത് ഇന്ത്യ കൊടുത്ത ഏറ്റവും വലിയൊരു വിലയായി കരുതപ്പെടുന്നു. അപ്പോൾ ആദ്യം അതായത് 2019 മുമ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ എപ്പോഴും കേട്ടുവരുന്ന ഒരു കാര്യമായിരുന്നു അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂടുതലായിട്ടും തീവ്രവാദി ആക്രമണങ്ങൾ. എന്നാൽ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ ഇതിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ G20 എല്ലാം തന്നെ അതായത് ജമ്മു കാശ്മീരിൽ നടത്തി കാണിച്ചപ്പോഴും അതായത് കൂടുതലായിട്ടും ആൾക്കാർക്കെല്ലാം തന്നെ ഈ ജമ്മു കാശ്മീരിന്റെ അതായത് പീസ്ഫുൾ വന്നു എന്ന് കരുതി. എന്നാൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് കഴിഞ്ഞ 5 വർഷം ജനങ്ങൾ വിശ്വസിച്ചതെല്ലാം തന്നെ തെറ്റാണ് എന്ന് വരുത്തുന്ന ന്യൂസുകളാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഞാൻ ജനിച്ചിട്ടാണ് 10-22 വർഷമായി. അപ്പോൾ ഈ 22 വർഷത്തിൽ ഏകദേശം 15 വർഷത്തെ ന്യൂസ് എല്ലാം നമ്മൾ കേൾക്കുമ്പോഴെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ അതായത് കേട്ടി വരുന്ന ഒരു ന്യൂസാണ് അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു റീജിയനും അവിടെ കൂടുതലായിട്ടും അതായത് പെരുകി വരുന്ന ഭീകരവാദി ആക്രമണങ്ങളെല്ലാം. അന്ന് തൊട്ടേ ഒരു ഡിബേറ്റ്ഫുൾ ആയ ഒരു റീജിയനും കൂടിയാണ് ഈ ജമ്മു കാശ്മീർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ടെററിസ്റ്റ് ആക്രമണങ്ങൾ ഇത്രമാത്രം കൂടാനുള്ള സാധ്യത? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അതായത് ഇവിടെയുള്ള പോലീസും ആർമിയും എല്ലാം തന്നെ ഇത്രമാത്രം അതായത് ഇപ്പോൾ കേരളം തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളൊന്നുമല്ല ഈ ജമ്മു കാശ്മീർ ഏറ്റവും കൂടുതൽ ആർമി ആൾക്കാരെ അതായത് ഡിപ്ലോയ് ചെയ്ത ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഇത്രമാത്രം ആർമി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവരെ തടയാൻ പറ്റാത്തത്? ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ 3ാമത്തെ തവണ ഭരണത്തിലോട്ട് വന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ജൂൺ 9 ആദ്യത്തെ അറ്റാക്കുകൾ നടക്കുന്നു. അതിന്റെ മുമ്പും ചെറിയ ചെറിയ മൈനർ അറ്റാക്ക് നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഏറ്റവും വലിയൊരു അറ്റാക്ക് നടക്കുന്നത് ഈ ഒരു ദിവസം തന്നെയാണ്. അതിൽ ഏകദേശം അതായത് 9 ഹിന്ദു ഭക്തന്മാര് മരണപ്പെടുകയും അതുപോലെ തന്നെ ഏകദേശം 30-ലും അധികം ആൾക്കാർക്ക് ഇഞ്ചുറി വന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ബസ്സിനോടുള്ള റിയാസി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നടത്തിയ ആ ഒരു അറ്റാക്ക്. അപ്പോൾ അതിനുശേഷം പിന്നീട് ജമ്മു കാശ്മീർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അവിടെ ഇവിടെയും എല്ലാം അതായത് ചെറിയ ചെറിയ ഡിസ്ട്രിക്റ്റിലെല്ലാം തന്നെ വലിയ വലിയ അറ്റാക്കുകളാണ് അതായത് പിന്നെ ഇന്ത്യ നേരിടേണ്ടി വന്നത്. അതായത് അത്രമാത്രം വലിയ അറ്റാക്കുകളാണ് ഇതിൽ നടത്തിയത്. അപ്പോൾ 2023 കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 43 ടെററിസ്റ്റ് അറ്റാക്കുകളാണ് ഈ ജമ്മു എന്ന് പറയുന്ന ഈ ഒരു റീജിയനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2024 കണക്കിലോട്ട് വരികയാണെങ്കിൽ അതായത് ആദ്യത്തെ 6 മാസം അതായത് ഈ ജൂലൈ കഴിയുമ്പോൾ തന്നെ ഏകദേശം 20ഓളം അറ്റാക്കുകൾ ഇപ്പോൾ തന്നെ നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ അതായത് എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള ഈ തീവ്രവാദികളുടെ ഈ വളർച്ച, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് റിട്ടയർഡ് ആയ സോൾജേഴ്സ് എല്ലാം തന്നെ പെട്ടെന്ന് ഈ ജമ്മു കാശ്മീർ അതായത് ഈ തീവ്രവാദി അല്ലെങ്കിൽ ഈ ഭയങ്കരവാദി ആൾക്കാരെല്ലാം തന്നെ അതായത് പെട്ടെന്ന് വളർച്ച എന്തുകൊണ്ടാണെന്ന് അവർ പറഞ്ഞതിന്റെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് അവസാനം. അപ്പോൾ ഈ ജമ്മു എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് 2021 എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് കാശ്മീർ പോലെയുള്ള ഒരു സ്ഥലമല്ലായിരുന്നു ഈ ജമ്മു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അതായത് കാശ്മീരിൽ എപ്പോഴും ഈ ഭയങ്കരവാദി ആക്രമണങ്ങളെല്ലാം ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഈ ജമ്മു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അത് അധികം കണ്ടുവന്നത് അതായത് കാശ്മീരിനെ വെച്ച് നോക്കുമ്പോൾ അതായത് ഈ ജമ്മു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കൂടുതലും പീസ്ഫുൾ ആയ ഒരു എൻവിറോൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പല ന്യൂസ് റിപ്പോർട്ടുകളിലും പറയുന്നത്. അതായത് കാശ്മീരിലായിരുന്നു പണ്ട് കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു അതായത് കഴിഞ്ഞ 2 മാസം എടുത്തു നോക്കുകയാണെങ്കിൽ ജമ്മു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് കൂടുതലും അറ്റാക്കുകൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത് അതായത് കാശ്മീരിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ ജമ്മുവിലും ഈ ഒരു അതായത് പീസ്ഫുൾ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഇല്ലാണ്ടാവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനുള്ള ചില കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് പാകിസ്ഥാൻ ആർമി തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് ഈ ജമ്മു എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട്ട് ആൾക്കാരെ കയറ്റി അയക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ അറിവോട് കൂടിയാണ് ഈ ഭയങ്കരവാദികൾ അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് എല്ലാം തന്നെ ഉള്ളിലോട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതായത് മോഡി ഗവൺമെന്റ് 3ാമതായിട്ട് പദവി ഏൽക്കുന്നതിന് മുമ്പ് അതായത് അവർ ഏറ്റവും കൂടുതൽ അതായത് ഇലക്ഷൻ പ്രചാരണത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് പോക്ക് അവർ തിരിച്ചു പിടിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഓക്യുപ്പൈ ചെയ്ത ആ കാശ്മീർ തിരിച്ച് ഇന്ത്യയുടെ കൂടെ ചേർക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണെന്ന് വെച്ചാൽ അതായത് ഈ കാശ്മീരിലും ജമ്മുവിലും അതായത് പൊതുവെ ഈ സമാധാനം കാണുകയാണെങ്കിൽ ഈ പോക്കിൽ ഒരു അതായത് ഈ പോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് യുദ്ധം ഇല്ലാതെ തിരിച്ചു പിടിക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരു വോട്ടെടുപ്പ് നടത്തണം. അപ്പോൾ വോട്ടെടുപ്പ് നടത്തുമ്പോൾ അവരുടെ അടുത്ത സ്ഥലങ്ങൾ അതായത് യുദ്ധം അതുപോലെ തന്നെ ഇവിടെ ഡെവലപ്മെന്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് അവിടെയുള്ള ജനങ്ങൾ ഒബ്വിയസ്ലി ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാം എന്നുള്ളൊരു താല്പര്യം കാണിക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അതായത് ഇവിടെയുള്ള ക്രമസമാധാനം ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമോ പാകിസ്ഥാന് എപ്പോഴും അവരുടെ കൈവശം ആ പോക്ക് എന്ന് പറയുന്ന ആ ഒരു റീജിയൻ ഉണ്ടാവുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതിൽ ചൈനയുടെ ഇൻഫ്ലുവൻസും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ പോക്ക് അതായത് പാകിസ്ഥാന്റെ കൈവശമാണെങ്കിൽ ചൈനയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഗുഡ്സ് എല്ലാം തന്നെ അയക്കാനും അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എല്ലാം തന്നെ ഇതിലൂടെ ഈസിയായി കടന്നു പോകാം.
അപ്പോൾ എന്തുകൊണ്ടും ചൈന പാകിസ്ഥാന്റെ അടുത്ത് പറയും അതായത് ഇത് ഒരിക്കലും കൈവിടരുതെന്ന്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ കൂടെ അറിവോടുകൂടി ഈ ടെററിസ്റ്റ് എല്ലാം ഉള്ളിലോട്ട് വരുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇന്ത്യൻ സൈനികരെല്ലാം എന്താണ് ചെയ്യുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. അതായത് ഇപ്പോൾ ടെക്നോളജി എല്ലാം മാറിയിരിക്കുന്നു. അതായത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ അതായത് അടിയിലൂടെ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വാറിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് ടണലിലൂടെയാണ് കൂടുതൽ യുദ്ധവും നടക്കുന്നത്. അപ്പോൾ പലരും വിശ്വസിക്കുന്നത് അതായത് ടണലിലൂടെയും ചിലപ്പോൾ ഇവർ ഉള്ളിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയോ ഒഫീഷ്യലി പറഞ്ഞില്ല അതായത് ടണൽ വഴിയാണ് ഉള്ളിൽ വന്നിരിക്കുന്നതെന്ന്. പക്ഷെ പല എക്സ്പേർട്ടും പറയുന്നത് അതായത് ഇതിലൂടെയും ഉള്ളിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അതായത് ഇന്ത്യൻ ആർമിക്ക് അതായത് ഇവരെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല ഇങ്ങനെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ കൂടുതലായിട്ടും അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഉള്ളിൽ വരുന്ന ആൾക്കാർക്ക് ഫുഡും ഭക്ഷണവും എല്ലാം എത്തിച്ചു കൊടുക്കാൻ അതായത് പലരും ഇതിനെ പേടിച്ച് ചെയ്യുന്നവരുണ്ട്. അതായത് അവരുടെ ജീവൻ പോകുമല്ലോ എന്ന് കരുതി. പക്ഷെ പലരും അതായത് ഇവർ ഉള്ളിലോട്ട് വരുമ്പോൾ ഇവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്ന കുറെ ഫാമിലീസും അവിടെ ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ 2019 ഇന്ത്യൻ ഗവൺമെന്റ് ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നത്. അതായത് ജമ്മു കാശ്മീരിന് കൊടുത്ത ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞതിന് ശേഷം അതായത് ജമ്മു കാശ്മീരിന്റെ അതായത് പിന്നെയുള്ള സാഹചര്യം എല്ലാം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നെയാണ് നമ്മൾ G20 സക്സസ്ഫുൾ ആയിട്ട് ജമ്മു കാശ്മീരിൽ വെച്ച് നടത്തിയത്. ഇത് ഏറ്റവും വലിയൊരു വിജയമായിരുന്നു അതായത് ഇന്ത്യൻ ഗവൺമെന്റിനെ സംബന്ധിച്ചോളം. ഇത് മാത്രമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അവിടെ പോയി സ്ഥലം വാങ്ങാനും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർക്കെല്ലാം തന്നെ അവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ ഒരുക്കി കൊടുത്തു. ഇത് മാത്രമല്ല വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റും ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ തുടങ്ങി. പക്ഷേ ഇവിടെ മെല്ലെ മെല്ലെ അതായത് ഗ്രോത്ത് റേറ്റ് കണ്ടപ്പോൾ പാകിസ്ഥാന് അതായത് എത്രയും പെട്ടെന്ന് ഇത് കയ്യിൽ വിട്ടു പോകുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് അവർ കൂടുതലും അതായത് ഈ ഒരു ആർട്ടിക്കിൾ 370 കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ കൂടുതൽ അതായത് പുരോഗമനാണ് അതായത് ഡെവലപ്മെന്റ് ആണ് ഈ ജമ്മു കാശ്മീരിൽ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതും കൂടെ നശിപ്പിക്കാൻ അതായത് പുതിയതായി ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അതായത് ദുബായിൽ നിന്നൊക്കെ കുറെ ഗ്രൂപ്പ്സ് എല്ലാം തന്നെ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പുതിയതായി വരുന്നവർക്കെല്ലാം തന്നെ ഒരു പേടി വരുത്താനും കൂടിയാണ് അവർ ഇങ്ങനെയുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളെല്ലാം നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് മോഡി 2.0 അതായത് നമ്മുടെ ഹോം മിനിസ്റ്ററായ അമിത്ഷാ ഒരു കാര്യം ഡിക്ലെയർ ചെയ്തിരുന്നു. അതായത് ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് അതായത് കൂടുതലായിട്ടും അസംബ്ലി സീറ്റ് അവർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പോക്കിലും 23 സീറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല ഈ വട്ടത്തെ ലോക്സഭാ ഇലക്ഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഈ ഒരു വർഷമാണ് കണക്കിലാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അതായത് ആൾക്കാരെല്ലാം തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. ഇത് പണ്ട് പാകിസ്ഥാൻ അതായത് ഇന്ത്യയോടുകൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നാശമാണ് കാത്തിരിക്കുന്നത് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്ന് പാകിസ്ഥാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അവിടെയുള്ള ജനങ്ങൾ മാറുകയാണെങ്കിൽ പുതിയതായിട്ടുള്ള അറ്റാക്കുകളോ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഈ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അവരുടെ കൈവശം കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പുവരാൻ തുടങ്ങി. ഇതുകൊണ്ടാണ് അവർ അതായത് ഇവിടെയുള്ള അതായത് കൂടുതലായിട്ടും അറ്റാക്കുകൾ വരികയാണെങ്കിൽ ഈ ഒരു പേടി ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും പാകിസ്ഥാൻ ആർമിക്കും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിനും ഉള്ളത്. അപ്പോൾ ജമ്മു കാശ്മീർ ഇപ്പോൾ കൂടുതലായിട്ടും ഈ ഭീകരവാദി ആക്രമണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതിനെ ആരാ പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ അതായത് BS ജസ്വാൾ എന്ന് പറയുന്ന ആ ഒരു സാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് കൂടുതലായിട്ടും ഈ ടെററിസ്റ്റ് അറ്റാക്കുകൾ വളരാനുള്ള സാധ്യത എങ്ങനെയാ വന്നേ എന്ന് വെച്ചാൽ അതായത് ആദ്യം ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ആർമി ഉണ്ടായിരുന്നു. എന്നാൽ 2019-20 കാലഘട്ടങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 10,000 ആർമി പേഴ്സൺസിനോളം ഇവിടുന്ന് പിൻവലിച്ചിട്ടാണ് അതായത് ലഡാക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് അയക്കുന്നത്. ഇതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമുക്കും ചൈനയ്ക്കും ഉണ്ടായിരുന്ന ആ ബോർഡർ ഇഷ്യൂസ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അതായത് ചൈനയ്ക്കും അറിയാം അതായത് ഇവിടെ കൂടുതലായിട്ടും ആർമി ആൾക്കാർ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതായത് ഇവിടെ ഫുള്ളായിട്ടും അതായത് ഡെവലപ്മെന്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം വരും. ഇതുകൊണ്ട് ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യമാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടും കൂടെ പ്ലാൻ ചെയ്തിട്ട് അതായത് ഒന്ന് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അറ്റാക്കുകൾ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ആർമീനെ അങ്ങോട്ട് അയക്കും. അപ്പോൾ ഇവിടെ അതായത് ഇവിടെ ഒരു ചെറിയ വീക്ക്നെസ് അതായത് പാകിസ്ഥാന് കിട്ടുകയാണ്. അപ്പോൾ പാകിസ്ഥാന് ഉള്ളിൽ വരാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് അതായത് ഇന്ത്യൻ ആർമിയുടെ ഫോക്കസ് അവിടെ പോകുമ്പോൾ മെല്ലെ അതായത് അവിടെ ടൈറ്റ് ആയി വരുമ്പോൾ തന്നെ ഇവിടെ കൂടുതലായിട്ടും ആർമി ആൾക്കാരുടെ വീക്ക്നെസ് വരികയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ജമ്മു കാശ്മീർ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.